ഹലോ, ഇന്ന് ലെസൺ 8 ആണ്. ഇതുവരെ നമ്മൾ 7 ലെസൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ ടെൻസസ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല. പല ടെൻസുകളുടെയും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവും. വെറുതെ ഇങ്ങനെ സിമ്പിൾ പ്രസന്റ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട് അങ്ങനെ പഠിച്ചു പോവാണ്ട് അതിലെ ചെറിയ നുവാൻസസ്, എന്താ തന്നെ മലയാളത്തിൽ പറയാം, നുവാൻസസ് എന്ന് വെച്ചാൽ ചില വ്യത്യാസങ്ങൾ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് കറക്റ്റ് ആവണം എന്നില്ല. അപ്പോൾ ആ സംഭവങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ സീരീസാണ്. വളരെ ബേസിക് മുതൽ തുടങ്ങി പഠിപ്പിച്ച് കുറച്ച് അഡ്വാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ലെസൺസ് എങ്കിലും കവർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഈ സീരീസിൽ. പക്ഷേ ഇത് സാധാരണ നിങ്ങൾ കാണുന്ന പ്ലേലിസ്റ്റിനോടൊപ്പം എന്ന് വെച്ചാൽ ബേസിക് ബിഗിനേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടല്ലോ, അതിനോടൊപ്പം ഇതും കൂടെ കണ്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇടയ്ക്ക് സംശയങ്ങൾ വരില്ല, ചിലപ്പോൾ ആ ടെൻസിന് വരെ ഇത് ഉപയോഗിക്കാമല്ലോ അവിടെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സീരീസ് കേട്ടോ. ഞാൻ ഇംഗ്ലീഷിൻ്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറേ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കോഴ്സായിട്ട് ഒരു കോഴ്സ് എടുത്ത് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് എൻ്റെ 2 കോഴ്സുകളുണ്ട്. ഒന്ന് ഒരു 30 ഡേ വാട്സപ്പ് കോഴ്സ്, പിന്നെ ഒന്നൊരു 90 ഡേ പ്രീമിയം കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ്. അപ്പോൾ 90 ഡേ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇമെയിൽ അയയ്ക്കുക. ഇമെയിൽ ID easyenglishwithmini@gmail.com. അപ്പോൾ ആദ്യം കഴിഞ്ഞ ദിവസം ഉള്ള ഹോംവർക്കിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. പാരൻസ് ഹോളിഡേയ്സിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ മാൽഡീവ്സിൽ പോയിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ഗോൺ ടു മാൽഡീവ്സ്. ബിന്നല്ല, ഞാൻ ജസ്റ്റ് സ്റ്റോറിൽ പോയിട്ടേ ഉള്ളൂ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ എന്താ വരിക? ഹലോ, ഐ ഹാവ് ജസ്റ്റ് ബിൻ ടു ദ സ്റ്റോർ. കാരണം സ്റ്റോറിൽ പോയി തിരിച്ചെത്തി. ഐ ഹാവ് ബോട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. സാം ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. പുറത്ത് പോയിട്ടേ ഉള്ളൂ, 10 മിനിറ്റിൽ തിരിച്ചെത്തും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ സാം ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട് വരിക. ഞാനിപ്പം ലഞ്ച് കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാൻ ഐ ഹവ് ജസ്റ്റ് ഹാഡ് ലഞ്ച്. അവൻ പുറത്തു പോയിന്ന് തോന്നണേ. ഐ എം അഫ്രെയ്ഡ് ഹീസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ബിൻ ഔട്ട് എന്ന് വെച്ചാൽ തിരിച്ചെത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല, അപ്പോൾ ഗോൺ ഔട്ട്. ഒരു മിനിറ്റ്, ഞാൻ തീർന്നിട്ടില്ല എന്ന് പറയാൻ വെയിറ്റ് എ മിനിറ്റ്, ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് യെറ്റ്. അവൾ എവിടെയാണ് പോയെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേർ ഷി ഹാസ് ഗോൺ. എവിടെയായിരുന്നു നീ ചോദിക്കണമെങ്കിൽ വേർ ഹാവ് യു ബിൻ. അപ്പം കുറേ പേരൊക്കെ ഏകദേശം കുറേ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ചിലർക്ക് വീണ്ടും ഐ ഹാവ് ഗോൺ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഐ ഹാവ് ഗോൺ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ഫ്രേസാണ്. അരുൺ ആൻഡ് മിനി ആർ മാരീഡ്. ദേ ഗോട്ട് മാരീഡ് exactly 20 years ago. So today is their 20th wedding anniversary. They have been married for 20 years. അപ്പോൾ ഇതെന്താ പറയണേ? അരുൺ ആൻഡ് മിനി ആർ മാരീഡ്. അതിനർത്ഥം എന്താ? അവരുടെ സ്റ്റാറ്റസ് എന്താ? മാരീഡ് എന്നുള്ള സ്റ്റാറ്റസാണ്. രണ്ടുപേരും സിംഗിൾ അല്ല, മാരീഡ്. എപ്പോഴാണ് അവർ കല്യാണം കഴിച്ചത്? ദേ ഗോട്ട് മാരീഡ് exactly 20 years ago. exactly 20 years ago, 20 വർഷം മുമ്പ് അവർ കല്യാണം കഴിച്ചതാണ്. സോ ടുഡേ ഇസ് ദെയർ 20th വെഡിങ് ആനിവേഴ്സറി അല്ലേ? അവരുടെ 20ാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന്. ദേ ഹാവ് ബിൻ മാരീഡ് ഫോർ 20 years. അത് ശ്രദ്ധിച്ചോ, അവർ 20 വർഷമായിട്ട് കല്യാണം കഴിച്ചവരാണ്. അപ്പോൾ ദേ ഹാവ് ബിൻ മാരീഡ് ഫോർ 20 years. ഇപ്പം അവർ കല്യാണം കഴിച്ചവരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞേ? ദേ ആർ മാരീഡ്. അവരുടെ സ്റ്റേറ്റസ് എങ്ങനെയാണ്? ദേ ആർ മാരീഡ് അല്ലേ? അവരുടെ കല്യാണം കഴിച്ചവരാണോ അല്ലെന്ന് ചോദിച്ചാൽ ദേ ആർ മാരീഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷേ എത്ര കാലമായിട്ട് കല്യാണം കഴിച്ചവരാണെന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ലോങ് ഹാവ് ദേ ബീൻ മാരീഡ്. ഹൗ ലോങ് ആർ ദേ മാരീഡ് എന്ന് ചോദിക്കാൻ പറ്റില്ല. എത്ര കാലമായിട്ട് അവർ കല്യാണം കഴിച്ച സ്റ്റാറ്റസ് ഉണ്ട് അവർക്ക്. ഹൗ ലോങ് ഹാവ് ദേ ബീൻ മാരീഡ്. അപ്പം അതിൻ്റെ ഉത്തരം എങ്ങനെ പറയാം? ദേ ഹാവ് ബിൻ മാരീഡ് ഫോർ 20 years. അതും ഉത്തരം പറയുമ്പോൾ ദേ ആർ മാരീഡ് ഫോർ 20 years എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇനി നമുക്ക് വേറൊരു പാസേജ് നോക്കാം. ചെറിയ കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ആ ടെൻസ് പഠിപ്പിക്കുമ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് വരുന്നതെന്നുള്ളത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കണം കേട്ടോ. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഏതാ? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ആ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ദർ ഈസ് ഡേർട്ട് ഓൺ അനൂസ് ക്ലോത്ത്സ്. ഷി ഹാസ് ബീൻ ക്ലീനിങ് ഹെർ കിച്ചൺ. അപ്പോൾ ഇതെന്താ പറയണേ? ദർ ഈസ് ഡേർട്ട് ഓൺ അനൂസ് ക്ലോത്ത്സ് എന്ന് വെച്ചാൽ അനുവിൻ്റെ വസ്ത്രങ്ങളിൽ ഡേർട്ട് ഉണ്ട്. ദർ ഇസ് ഡേർട്ട്. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്, വൃത്തികേടായിട്ടിരിക്കുകയാണത്.
എന്താ അവൾ ചെയ്തുകൊണ്ടിരുന്നേ? ഷീ ഹാസ് ബീൻ ക്ലീനിങ് ഹെർ കിച്ചൺ. അവൾ കിച്ചൺ വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഹാസ് ബീൻ ക്ലീനിങ് എന്ന് പറഞ്ഞില്ലേ, അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നേരത്തെ ദേ ഹാവ് ബീൻ മാരീഡ് എന്നാണ് പറഞ്ഞത്. അവിടെ മാരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റാണ്, ഒരവസ്ഥയാണ് അല്ലേ? കല്യാണം കഴിച്ച അവസ്ഥ അതൊരവസ്ഥയാണ് അല്ലേ? അങ്ങനെ പറയാറുണ്ടല്ലോ ആൾക്കാർ, ഒരവസ്ഥകളാണെന്നൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ടയേർഡായ അവസ്ഥ, കൺഫ്യൂസ്ഡായ അവസ്ഥ, അങ്ങനെ നമ്മുടെ ഒരു അവസ്ഥ, കല്യാണം കഴിച്ച ആ ഒരവസ്ഥ. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ഫോമിലല്ല പറഞ്ഞത് അല്ലേ, അവസ്ഥകളാണ് പറയണത്. V3 ഉപയോഗിച്ചാൽ ദേ ഹാവ് ബീൻ മാരീഡ്. V3 നമുക്കൊരു സ്റ്റേറ്റ് പറയാൻ വേണ്ടി പറയാം അല്ലേ, കൺഫ്യൂസ്ഡ് എന്നൊക്കെ ആ വാക്കുകളൊക്കെ നമുക്ക് ഓരോരുത്തരുടെ സ്റ്റേറ്റ്, ഹാപ്പി പോലെ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഈ ടെൻസിൽ എങ്ങനെയാണ് വന്നേ? ഷീ ഹാസ് ബീൻ ക്ലീനിങ്. അത് ശ്രദ്ധിക്കണം. ഷീ ഹാസ് ബീൻ ക്ലീൻ കഴിഞ്ഞ് ING ഫോമാണ് വരിക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ടിന്യൂസ് ഫോമിൽ എപ്പോഴും ING ഫോം വരില്ലേ? ഇവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക്, ക്ലീനിങ് എന്നുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. ആ പ്രവൃത്തി കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. മുമ്പ് അവൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താണ്? കിച്ചൺ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നത് കാരണമാണ് അവളുടെ വസ്ത്രങ്ങൾ വൃത്തികേടായത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവളിത് ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ടെൻസ് വെച്ച് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കഴിഞ്ഞ് കാണും, ചിലപ്പോൾ ഇപ്പോഴും തീർന്നു കാണില്ല. പക്ഷെ മുമ്പ് ഇങ്ങനൊരു പ്രവൃത്തി അവൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥം ആണ് ഈ ടെൻസിനുള്ളത്. വേറൊരു സെൻറ്റൻസ് നോക്കാം. ദ ബെഡ്റൂം വാസ് വൈറ്റ്, നൗ ഇറ്റ് ഈസ് ഗ്രീൻ. ഹി ഹാസ് പെയിൻറ്റഡ് ഹിസ് ബെഡ്റൂം. ഇതിൽ ഹാസ് പെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഏത് ടെൻസാ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ, കണ്ടിന്യൂസ് അല്ല, സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ എന്താ വ്യത്യാസം? ഹി ഹാസ് ഫിനിഷ്ഡ് പെയിൻറ്റിങ് അല്ലേ, പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. നമ്മൾ ആ കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻ്റെ റിസൾട്ടിനെയാണ് നമ്മളിവിടെ പറയണത് അല്ലേ. വെള്ളയായിരുന്നത് പച്ചയായി മാറി ഇപ്പോൾ പെയിൻ്റ് അടിച്ചപ്പോൾ ചുമര്. അപ്പോൾ ആ ഫോക്കസ് ആക്ഷൻ്റെ റിസൾട്ടിനെയാണ്. നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് ടെൻസിൽ ആ ആക്ഷനിലാണ് ആ ഫോക്കസ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞില്ലേ മുമ്പൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്, അത് പറയാൻ വേണ്ടിയിട്ട്, ഇത്ര കാലമായി ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊന്നില്ലെങ്കിൽ ഫോർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിൻസ് ഉപയോഗിക്കാം. ഇത് വളരെ കോമൺ ആയിട്ട് ടെൻസിൽ വരുന്ന രണ്ട് വാക്കുകളാണ്. ഒരു പീരീഡ് ഓഫ് ടൈം, 2 മിനിറ്റ് ആവാം, 2 ആഴ്ചയാവാം, 3 ആഴ്ചയാവാം, 3 വർഷമാവാം, ഒരു സെഞ്ചുറി ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ ഇത്രയും കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ ആണ് ഉപയോഗിക്കുക. ഞാൻ 3 ദിവസമായിട്ട് അവനെ കണ്ടിട്ടില്ല. ഐ ഹാവൻറ്റ് സീൻ ഹിം ഫോർ 3 days. ഐ ഹാവൻറ്റ് സീൻ ഹിം ഫോർ 3 days. ഇനി ആ പീരീഡിൻ്റെ സ്റ്റാർട്ടിങ് ഇന്ന തീയതി മുതൽ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന സമയം മുതൽ എന്ന് പറയണമെങ്കിൽ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഐ ഹാവൻറ്റ് സീൻ ഹിം സിൻസ് മൺഡേ. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഇത്ര കാലമായിട്ടെന്ന് പറയാൻ ഫോർ 3 months, ഫോർ 3 days. ഇന്നൊരു തീയതി മുതൽ അല്ലെങ്കിൽ ഇന്നൊരു സമയം മുതൽ എന്ന് പറയാൻ സിൻസ് വെച്ചിട്ട് പറയാം. സിൻസ് മൺഡേ, സിൻസ് യെസ്റ്റർഡേ എന്നൊക്കെ പറയാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രാമർ റൂൾ നോക്കാം. സബ്ജക്റ്റ് ഐ, യു, ദേ, വി വരികയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹാവ് ബീൻ ക്ലീനിങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവൻറ്റ് ബീൻ ക്ലീനിങ്. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഹാസ് ബീൻ ക്ലീനിങ്, അല്ലെങ്കിൽ ഹാസൻറ്റ് ബീൻ ക്ലീനിങ് അല്ലേ. ഇനി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാവിൻറ്റ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരും, ബീൻ ക്ലീനിങ്. ഹാവ് അല്ലെങ്കിൽ ഹാവിൻ്റെ ആദ്യം വരും, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ഐ, യു, ദേ, വി വരും, അത് കഴിഞ്ഞ് ബീൻ ക്ലീനിങ്. ഇനി സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ചോദ്യമാണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാസിൻറ്റ്, അത് കഴിഞ്ഞിട്ട് ഹി, ഷീ, ഇറ്റ്, അതിലേതെങ്കിലും ഒന്ന്, പിന്നെ ബീൻ ക്ലീനിങ്. എന്നാൽ ചോദ്യം ചോദിക്കട്ടെ, എവിടെയായിരുന്നു എന്ന് ചോദിക്കും. വേർ ഹാവ് യു ബിൻ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഹാവ് യു ബിൻ പ്ലേയിങ് ടെന്നീസ് ആണോ, ഹാവ് യു എവർ പ്ലേഡ് ടെന്നീസ് ആണോ? ഹാവ് യു എവർ പ്ലേഡ് ടെന്നീസ് വെച്ചാൽ എന്താ അർത്ഥം? എപ്പോഴെങ്കിലും ടെന്നീസ് കളിച്ചിട്ടുണ്ടോയെന്ന്, അതല്ലല്ലോ വരണ്ടേ. ഹാവ് യു ബിൻ പ്ലേയിങ് ടെന്നീസ്, ടെന്നീസ് കളിക്കുകയായിരുന്നോ? ഹാവ് യു ബിൻ പ്ലേയിങ് ടെന്നീസ്. ഈ ബീനെ ബിൻ നമ്മൾ പൊതുവെ പറയുക, സംസാരിക്കുമ്പോൾ എളുപ്പത്തിന് ബിന്നാണ് വരിക കേട്ടോ. ബീനെന്ന് ഉപയോഗിക്കാൻ തെറ്റില്ല. ഹാവ് യു ബിൻ, ഹാവ് യു ബിൻ, അതങ്ങനെ ഒരുമിച്ച് പറഞ്ഞ് ശീലിച്ച് എളുപ്പമുണ്ടാവും. അവർ 2 മണി മുതൽ ടെന്നീസ് കളിക്കുകയാണ്, എങ്ങനെ പറയും? ദേ ഹാവ് ബിൻ പ്ലേയിങ് ടെന്നീസ് സിൻസ് 2 o'clock. ഞാൻ പറഞ്ഞു ഇന്ന സമയം മുതൽ എന്ന് പറയാൻ സിൻസ് ഉപയോഗിക്കാം. സിൻസ് 2 o'clock. ഞാൻ അറബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ ഞാൻ അധിക കാലമായിട്ടൊന്നും പഠിക്കുന്നില്ല, കുറച്ചിപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ ഐ എം ലേണിംഗ് അറബിക് ബട്ട് ഐ ഹാവൻറ്റ് ബീൻ ലേണിംഗ് ഇറ്റ് വെരി ലോങ്. അവിടെ ഫോർ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഫോർ ഇട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോർ വെരി ലോങ് എന്ന് പറയാം. പക്ഷേ ഇങ്ങനെയും പറയാം, ഐ എം ലേണിംഗ് അറബിക് ബട്ട് ഐ ഹാവൻറ്റ് ബീൻ ലേണിംഗ് ഇറ്റ് വെരി ലോങ്. കുറേ കാലമായിട്ടൊന്നും ഞാനത് പഠിക്കുന്നില്ല, എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ള അർത്ഥമാണ്. ഐ ഹാവൻറ്റ് ബീൻ ലേണിംഗ് ഇറ്റ് വെരി ലോങ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത്ര കാലമായിട്ടൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇത്ര വട്ടം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുള്ളൂ, കണ്ടിന്യൂസ് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ എത്ര കാലമായിട്ടെന്നല്ല, എത്ര എന്ന് പറയാൻ ഹൗ മെനി, ഹൗ മച്ച് എന്നൊക്കെ പറയില്ലേ, ഹൗ ലോങ് അല്ല ഉദ്ദേശിക്കണേ, അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പ്രസൻറ്റ് പെർഫെക്റ്റാണ് യൂസ് ചെയ്യുക. അവർ ഈ ആഴ്ച 3 തവണ ടെന്നീസ് കളിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ ഹാവ് പ്ലേഡ് ടെന്നീസ് 3 times ദിസ് വീക്ക്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ടെന്നീസ് 3 times ദിസ് വീക്ക് എന്ന് പറയില്ല. ദേ ഹാവ് പ്ലേഡ് ടെന്നീസ് 3 times ദിസ് വീക്ക്, ഇത്ര തവണ 3 times. അതുപോലെ ഞാൻ അറബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയാൻ ഐ ആം ലേണിംഗ് അറബിക് ബട്ട് ഐ ഹാവൻറ്റ് ലേൺഡ് വെരി മച്ച് യെറ്റ്. ബട്ട് ഐ ഹാവൻറ്റ് ലേൺഡ് വെരി മച്ച് യെറ്റ്. അപ്പോൾ അത്ര അധികം, വെരി മച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതാണ് അർത്ഥം. അപ്പോൾ ഹൗ മച്ച്, ഹൗ മെനി ടൈംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക, സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നീ എത്ര കാലമായിട്ട് ഈ ബുക്ക് വായിക്കണമെന്ന് പറയാൻ വേണ്ടി എങ്ങനെ പറയാം? ഹൗ ലോങ് ഹാവ് യു ബിൻ റീഡിങ് ദിസ് ബുക്ക്. ഹൗ ലോങ് ഹാവ് യു ബിൻ, നമ്മുടെ കണ്ടിന്യൂസ് ടെൻസ്, റീഡിങ് ദിസ് ബുക്ക്. നീ ആ ബുക്കിൻ്റെ എത്ര പേജ് വായിച്ചു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടോ സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ്. ഹൗ മെനി പേജസ് ഓഫ് ദറ്റ് ബുക്ക് ഹാവ് യു റെഡ്. അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഭവമില്ലേ, കണ്ടിന്യൂസ് ടെൻസിൽ ചില വേർബ്സ് നമ്മൾ യൂസ് ചെയ്യില്ല ING ഫോമിൽ നിന്ന്, അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അത് ഞാൻ ആ ക്ലാസ്സിൽ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാലമായിട്ട് അറിയാം എന്ന് പറയാൻ വേണ്ടിയിട്ട് I've known about the problem for a long time. അല്ലാതെ I've been knowing about the problem for a long time എന്ന് പറയില്ല. I've known about the problem for a long time. I've known about the problem. I have known. അതാണ് I've known. ഓക്കെ, ഇതിൽ നോൺ എന്ന് പറയരുത്, known. ഓക്കെ, ആ ഓടെ സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. എത്ര കാലമായിട്ട് നിനക്ക് ആ ഫോൺ ഉണ്ട്? ഒരു ഫോൺ അവൻ്റെ കയ്യിലുണ്ട്, കാണാനില്ല. അപ്പോൾ ചോദിക്കുക, എത്ര കാലമായിട്ട് നിൻ്റെ അടുത്ത് ആ ഫോൺ ഉണ്ടെന്ന് ചോദിക്കുക എങ്ങനെയാ? How long have you had that phone? അല്ലാണ്ട് how long have you been having that phone എന്ന് ചോദിക്കില്ല. ഓക്കെ, ക്ലിയർ ആയില്ലത്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നമ്മുടെ ഒരു ഫ്രണ്ട് പറയാണ്, നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, നിശ്ചൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക, എത്ര കാലമായിട്ട് അവൻ ഹോസ്പിറ്റലാണ്? അത് സെൻസ് ഉണ്ടാക്കുമോ? അടുത്തത്, സാം ഇസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. സാം എൻ്റെ ഒരു ഫ്രണ്ടാണ്, എനിക്ക് അവനെ നന്നായിട്ട് അറിയാമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ പറയുക? 2 രീതി പറയാം, ഏതെങ്കിലും ഒരു രീതി പറഞ്ഞാൽ മതി. ഏത് ടെൻസ് ആണെങ്കിലും സംഭവം കറക്റ്റായാൽ മതി കേട്ടോ. നീ ഓക്കെ ആണോ? ആർ യു ഓക്കെ? നിന്നെ കണ്ടിട്ട് കരയാൻ പോണത് പോലെ ഉണ്ടല്ലോ, അങ്ങനെ ചോദിക്കുക. ഒരാൾ വന്ന് പറയാണ്, സോറി ഐ എം ലേറ്റ് ആയിട്ടോ, സോറി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ പറയാണ്, അത് സാരില്ല, ഞാൻ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല എന്ന് പറയില്ല നമ്മൾ. അതെങ്ങനെയാണ് പറയുക? അടുത്തത് 5ാമത്തെ, വെയിറ്റ് ചെയ്ത് എനിക്ക് മടുത്തു. ഐ ഹവ് ബീൻ ടയേർഡ് ഓഫ് വെയിറ്റിംഗ്. 1 മണിക്കൂറായി ഞങ്ങളോട് ഇരിക്കണു. അതെങ്ങനെ പറയും? അപ്പോൾ ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുക, ചിന്തിച്ചുണ്ടാക്കുക, എന്നിട്ട് കോമൻറ്റിലിടുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണു. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ സീരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അടുത്ത ദിവസം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.